ക്രിക്കറ്റ് ആവേശത്തിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 മത്സരം വൈകിട്ട് 7 മണിക്ക് തുടങ്ങും. കാണികളെ ഗ്യാലറിയിലേക്ക് കയറ്റി തുടങ്ങി. മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ ഹോം മാച്ചിന് ഇറങ്ങിയേക്കും. ഒരിടവേളയ്ക്ക് ശേഷം ലഭിച്ച കളിയുടെ ആവേശത്തിലാണ് തലസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികൾ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, ആരാധകർ വളരെയധികം ആവേശത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി 2 മണിക്കൂർ തികച്ചില്ല മത്സരം തുടങ്ങാനായി. സഞ്ജുവിന്റെ പ്രകടനം അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ജീന, ജയത്തിൽ കുറഞ്ഞൊന്നും ടീം ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകകപ്പിന് തൊട്ട് മുൻപേയുള്ള ഏറ്റവും അവസാനത്തെ ഒരു മത്സരം എന്നുള്ള രീതിയിൽ തന്നെ T20 ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന മത്സരം എന്നുള്ള രീതിയിൽ ഈ മത്സരം വിജയിച്ച് ലോകകപ്പിന് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് തൊട്ട് മുന്നിലുള്ള കവാടം, ആ പ്രധാന റോഡുണ്ടല്ലോ, ആ റോഡിന്റെ ഭാഗത്താണ്. അല്പസമയം മുൻപാണ് ഇങ്ങോട്ട് ആളുകളെ കയറ്റി വിട്ടത്. പല വരിയായി നല്ല തിരക്കാണ് കേട്ടോ ജീന. ഈ ഭാഗത്ത് വലിയ തിരക്ക് കാണാം. അങ്ങേ അറ്റത്ത് ആ ഒരു വശത്ത് നിന്ന് തുടങ്ങി ആ റോഡിന്റെ ആ ഓരം വരെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് ഗാലറി നിറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ടിക്കറ്റ് ഏതാണ്ട് ചൂടപ്പം പോലെ വിറ്റുപോയതാണ്. മണിക്കൂറുകൾക്കുള്ളിൽ ഈ മത്സരത്തിന്റെ ടിക്കറ്റ് വിറ്റുപോയതാണ്. അങ്ങനെ ടിക്കറ്റ് വിറ്റുപോകാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ കളിയാണ്. അതിനപ്പുറത്ത് നമ്മളെ സഞ്ജു സാംസൺ കളിക്കാൻ പോവാണ് അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എന്താണ് ഇന്നിപ്പോ സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. നല്ലൊരു കളി തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്ത്യ ജയിക്കണം, സഞ്ജു സെഞ്ചുറി അടിക്കണം, അത് തന്നെയാണ് ആഗ്രഹം. എവിടെയാണ് വരുന്നത്? ഇത് കൊല്ലം നീരാ എന്ന സ്ഥലത്തിന്റെ പേര്. നേരെ പോതും, ഒന്നും നോക്കിയില്ല. വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു പ്രശ്നമല്ല, കാരണം ഇന്ത്യയുടെ മാച്ച് തന്നെയാണ് നമുക്ക് പ്രധാനം. ഇപ്പൊ തിരുവനന്തപുരത്ത് കുറെ വർഷത്തിന് ശേഷമാണ് കളി വരുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളങ്ങ് ആഘോഷിക്കാൻ പോവാം. അതാ ഇവിടെ നിങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? കൊല്ലത്തുനിന്ന് ഒരു പട തന്നെ ഇളകി വന്നിട്ടുണ്ട് അല്ലേ? ഇതാരുടെ പേരിട്ടുള്ളതാണ്? ധോണിയാണ്. എന്താ ധോണിയോട് ഇത്ര കട്ടാരാധനയാണ്? IPL വെയിറ്റ് ചെയ്യാണ്. പിന്നെ വെയിറ്റിംഗ്, അടുത്ത കപ്പടിക്കും പല പേരും. പിന്നെ അല്ല ഉറപ്പായിട്ട്. ഹായ്, എന്താണ് കളി കാണാൻ വന്നാണോ? സഞ്ജു 50 അടിക്കും. 50 മതിയോ? സെഞ്ചുറി വേണ്ടേ? ആദ്യം 50 അടിക്കും, എന്നിട്ട് ഒരു സെഞ്ചുറി അടിക്കും. എന്നിട്ട് ബാറ്റ് പൊക്കുന്ന സമയത്ത് മോൻ എന്ത് ചെയ്യും? ഡാൻസ് കളിക്കോ? വിസിലടിക്കോ? കോട്ടി പൊക്കി കാണിക്കും. വിസിലും അടിച്ചു കൊടുക്കണം. അതാണ് കേട്ടോ, വൻ ത്രില്ലിലാണ്. നിങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? മധുരൈ. ആ ചിന്നത്തലൈ നമ്മുടെ സഞ്ജു ചിന്നത്തലയാണ്. സഞ്ജു പാക്കതാ വന്നിരിക്കേ. ഇന്ന് എത്ര റൺസ് അടിക്കും സഞ്ജു? 100 അടിക്കണം. 100 അടിക്കണം ആസൈ. அந்த ஆசை எல்லாம் கடவுள் கையில, சஞ்சுவினே கையில இருக்கு. ஓகே എത്ര? 57 അടിക്കും. 57. ഓക്കെ. ഇന്നൊക്കെ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇത്രയും ദിവസം അതിന് വേണ്ടി ഫുൾ എനർജിയിലാണ്. ഓക്കെ. സഞ്ജു സെഞ്ചുറി അടിക്കും. നിങ്ങളൊക്കെ എവിടുന്നാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? മുക്കത്തുനിന്ന് വരികയാണ്. ഓക്കെ. അപ്പൊ മുക്കത്തുനിന്ന് വരുമ്പോ എന്താ പറയാനുള്ളത്? ഇന്ന് സഞ്ജു തീർച്ചയായിട്ടും ഫോമിലാവും. ഒരു പ്രഷർ ഇല്ലാണ്ട് നാട്ടിൽ നിന്ന് കളിക്കും. ഓക്കെ. ഒരു 70 റണ്ണ്. 70. ഓക്കെ. അതാണ്. ഇത് കണ്ടോ, ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആളുകളാണ് കേട്ടോ. റോഡിന്റെ 2 വശവും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഹായ്. വിരാട് കോഹ്ലി, അഭിഷേക്, വിരാട് സാംസൺ ഇവിടെ തിരിയൂ. ഓക്കെ, പറയൂ, എന്താണ് സഞ്ജുവിന്റെ കളി കാണാൻ വേണ്ടി വെച്ച് ഫുൾ ത്രില്ലിലാണ്? എന്താണ് ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലേ നമുക്കല്ലേ? അല്ല, അങ്ങനെയല്ല, കളി കാണാൻ വന്നതാണ്. അവർ ഇൻട്രസ്റ്റ് ചെയ്യുകയാണ്. ഒളിക്കും നമ്മള്. അതാണ് ഇതിന്റെ ഇടയിലേക്ക് വരുമ്പോഴേ ഇത് കാണാട്ടോ. ഇതാണ് ശരിക്കും നമ്മുടെ ക്രിക്കറ്റ് ആവേശത്തിന്റെ ഒരു കാഴ്ച. നമുക്ക് നമ്മുടെ ക്യാമറ ചീഫ്, നമ്മുടെ സനോഷ് ചേട്ടൻ അത് കൃത്യമായി കാണിച്ചു തരുന്നത്. അങ്ങേ അറ്റം, ആ അറ്റത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങേ അറ്റത്ത് വരെ വലിയ ക്യൂ ആണ്.